Hello guys, welcome back to another flash vlog with Juju and Dudu. നമ്മളിന്ന് ഫോർട്ട് കൊച്ചിയിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇന്ന് ഡുഡു ആണ് ഫസ്റ്റ് എണീച്ചത്. ആക്ച്വലി ഇന്നലെ ഞാനും ഡുഡു നേരെ വണ്ണം ഉറങ്ങിയില്ല. ജുജു നല്ലപോലെ ഉറങ്ങി. ജുജുവിനെ നമ്മളിന്ന് മേക്കപ്പ് ചെയ്യിപ്പിച്ചിട്ട് നേരെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നേട്ടപ്പോൾ തന്നെ ചാടി എണീച്ച അല്ലേ ജുജു? അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഫ്രഞ്ച് ടോസ്റ്റിൽ പോവാന്നാണ്. പിന്നെ വിചാരിച്ചു കാശി പോവാന്ന്. പിന്നെ ഇപ്പൊ വിചാരിച്ചു ട്രുവാലി കഫേ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടെ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. ഓൾസോ നമ്മൾ ഈ ഒരു ഫോണ് നത്തിങ് 4B, അപ്പോൾ ഇത് വെച്ച് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാന്നുള്ള പ്ലാനാണ് ഗൈസ്. ഇന്ന് ഫോട്ടോഗ്രാഫർ ഡുഡു എന്ന് കുറേ സാമ്പിൾസ് എടുക്കുന്നതായിരിക്കും. ഡുഡു, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഹൗ ഇസ് ദ ഫോൺ? ഇറ്റ്സ് ഗുഡ്, ലൈക്കിങ് ഇറ്റ്. അപ്പോൾ ഇന്ന് ജുജു ആണ് മോഡൽ. ജുജു കുറേ ഫോട്ടോ എടുക്കുന്നത് നിന്റെ. അപ്പോൾ എന്താ ഇതൊക്കെയാണ് ഗൈസ് വളർത്തെ കാണിച്ചത്. ഇതൊക്കെ നമ്മളെ വാട്ടർ മെട്രോ ഇത് കാണാൻ പറ്റും. റിഫ്ലക്ഷൻ കാണാൻ കുറച്ച് പണിയായി. ഇതൊക്കെ ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു, ഫോർട്ട് കൊച്ചിയിൽ. അവളെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കഫേയിൽ എത്തിയിട്ട് കാണാം. അതുവരെ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഇത് വെച്ച് ആറ്റിറ്റ്യൂഡ്സ് അങ്ങോട്ടല്ലോ കണ്ണാടിയോ? ഓക്കെ. ട്രൈ ദ പോർട്രേറ്റ്. അങ്ങനെ ഗൈസ് നമ്മൾ ട്രുവാലി കഫേയിൽ എത്തിയിരിക്കുകയാണ് ഫൈനലി. നല്ല കഫേ കേട്ടോ, അടിപൊളി നൈസ് കഫേ. കൊള്ളാം അല്ലേ? നൈസ് ആംബിയൻസിനോ. ഇതാണ് അവരുടെ കഫേ ഇൻറ്റീരിയേഴ്സ്. കൊള്ളാം ഗൈസ്. ഒരു മെനു ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് വി വിൽ ഡിസൈഡ് വാട്ട് ടു ഈറ്റ്. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ചില്ലി ഓയിലും മൾട്ടിഗ്രെയിൻ ബ്രെഡും. ചില്ലി ഓയിലല്ലല്ലോ, ചില്ലി ഓയിലിട്ട മുട്ടയും മൾട്ടിഗ്രെയിൻ ബ്രെഡും. ഇതാണ് കോൾഡ് കോഫി. എന്താണ് പാഷൻ ഫ്രൂട്ട് ഐസ് ടീ. ഇതാണ് യോഗട്ട് പാർഫൈ. അതിൽ മറ്റേ ഈ ജാറിൽ ഫുൾ യോഗട്ടും സ്ട്രോബെറി കോമ്പോട്ടും എല്ലാം കൂടെ ഉണ്ട്. അത് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അതിൻ്റെ അടിയിൽ ഗ്രനോളയുണ്ട്. പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. ഹൗസ് ഇറ്റ്? ഹൗസ് ഇറ്റ്? ഇസ് ഇറ്റ് ഗുഡ്? ലോട്ട്സ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. നൈസ്. ഇതാണ് കുറേ മൈക്രോ ഗ്രീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്ക്രാമ്പിൾഡ് എഗ്ഗിൽ ചില്ലി ഓയിലാണ് കേട്ടോ. ചില്ലി ഓയിൽ ടേസ്റ്റ് ഈസ് വെരി പ്രോമിനൻറ്റ്, വെരി സ്പൈസി. ഷുഡ് ബി പൈൻ നട്ട്സും. നല്ല എരിയുണ്ട് കേട്ടോ. I like that Kannur tell-off. Oh wow, nice. How's the heat? Okay, it's like a slow burn. Slow burn അല്ലേ? ഞാനും അതെ ആദ്യം കഴിച്ചപ്പോൾ I thought it's not spicy. She was laughing at me. ഞാൻ എരിഞ്ഞപ്പോൾ അവളെ നോക്കി ചിരിച്ച്. എനിക്ക് അപ്പോഴേ അറിയാം അത്യാവശ്യം നല്ല ഏരിയയാണ് സാധനം. സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. സാധനം കൊള്ളാം. ഇതിങ്ങനെ എടുത്തിട്ട് ട്രൈ നോക്കാം. So good. The bread is really good. You want to try it? No. Nice അല്ലേ bread? So good guys. Nice no? Approved. ഇത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. ഇതാണ് കൊള്ളാം. വെരി ഗുഡ്. ബനാന, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഗ്രനോള, യോഗട്ട് എല്ലാം ഉണ്ട്. സൂപ്പർ സാധനം. വെരി ഫില്ലിങ്. അത് മാത്രം കഴിച്ചാൽ മതി. നല്ല രീതിയിൽ വയറ് ഫുള്ളാവും. ഒരു ഡ്യൂ ഓർഡർ ബബ്ക, ചോക്ലേറ്റ് ബബ്ക ഫ്രഞ്ച് ടോസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അത് ട്രൈ ചെയ്ത് നോക്കാം. ബബ്ക ബ്രെഡ് ഭയങ്കര ഇഷ്ടമുണ്ട്. ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടുള്ള ബ്രെഡാണ് ഗൈസ്. സോ ഇറ്റ് ഷുഡ് ബി നൈസ് ടേസ്റ്റി. മൊത്തത്തിൽ ചോക്ലേറ്റ് മയോ ആയിരിക്കും. നോക്കാം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തായാലും കൊള്ളാം ഗൈസ്. ചില്ലി ഓയിൽ സ്ക്രാമ്പിൾഡ് എഗ്സ്. ബ്രെഡ് വാസ് വെരി ഹംഗ്രി. Right. Really good. Take a piece. കഴിച്ചോട്ടെ ഗൈസ്. മധുരമാണ്, കുഴപ്പമില്ല. It's hot. Not that hot. So good. Very warm. It tastes like a cereal. Ultra soft അല്ലേ? വെരി കംഫർട്ട് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഗൈസ്. No wonder it's called babka. അടിപൊളി ടേസ്റ്റ് ഗൈസ്. രാവിലെ ചോക്ലേറ്റ് കഴിക്കാൻ കുഴപ്പമില്ലാത്തവർ കഴിക്കുക ബിക്കോസ് ഇറ്റ്സ് വെരി ചോക്ലേറ്റി. ബബ്ക എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഓൾറെഡി അതിലുണ്ട്. ചോക്ലേറ്റ് മിക്സ്ഡ് ബ്രെഡാണ്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. അതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ടോപ്പിങ്ങും സ്ട്രോബെറി കോമ്പോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ്. കോമ്പോട്ട് ദേ മേക്ക് ജാം. ഷുഗർ ആഡ് ചെയ്തിട്ട് ദേ മിക്സ് ഇറ്റ്. കൊള്ളാം ഗൈസ്. നല്ല ഫുഡ് കേട്ടോ അവരുടെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഇൻ കേസ് യു ഗൈസ് ആർ ഇൻ ഫോർട്ട് കൊച്ചി, കാശിയും ബാക്കിയുള്ള സ്ഥലം അല്ലാതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഗൈസ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നല്ല ഫുഡ്. നമ്മൾ ആദ്യം കാശിയിലോട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ്. ദെൻ വി ചേഞ്ച് ഇറ്റ് ടു ട്രുവാലി കഫേ. ഹൗ ഇസ് ഇറ്റ്? വാസ് ദ ഡിസിഷൻ കറക്റ്റ്? അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ കഴിച്ചിട്ട് വരാം.
ഗൈസ് 1800 രൂപയായി ഇത്രയും സാധനം വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് 3 പേര്. ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് റേറ്റിംഗ് പരിപാടി ഫോർട്ട് കൊച്ചി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് റേറ്റിംഗ് പ്രതീക്ഷിച്ചാൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. പ്ലാൻ ചെയ്യണം എങ്ങോട്ടാണ് അടുത്തതെന്നുള്ളത്. എല്ലാവരും ഫുള്ളായി കുറച്ച് നടക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മുടെ ഇവിടുത്തെ കറക്കം കഴിഞ്ഞു. ബിക്കോസ് കാർത്തി വിളിച്ചായിരുന്നു. അവരും വർഷയും വീട്ടിൽ പോയിട്ടുണ്ട്. എന്നെ ഉറക്കം എണീപ്പിക്കാന്ന് വിചാരിച്ച് പോയതാണ്. ഞാനിവിടെ 5 മണിക്ക് എണീച്ചിട്ടാണ് ഇവിടെ പുട്ടുവരെ ഫോർട്ട് കൊച്ചി നിൽക്കണം കേട്ടപ്പോൾ ഒരു ഷോക്കായി. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അവൻ പറഞ്ഞ് ബിബിൻ ജോർജിൻ്റെ പുതിയ ബിരിയാണി കടയിൽ പോകുന്നുണ്ടെന്ന് തന്നെ ഉച്ചയ്ക്ക്. അപ്പം പക്ഷേ അവർ എന്നെയും കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ വന്നതാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇന്ന് അപ്പം നേരെ പോയി ബിബിൻ ജോർജ് ബ്രോഡ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാവുന്നു. ഒന്നല്ല വനമാലകൾ എവിടെ ആയിരുന്നു നമ്മള് ലിറ്ററലി രാവിലെ സനുബ്രോയെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. 11:15 ആവുമ്പോഴേക്ക് സനുബ്രോ ഉറങ്ങിയിരിക്കും. വിളിച്ചുണർത്താന്നും പറഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഫോർട്ട് കൊച്ചി തെരുവുകളിൽ കൂടി നടക്കുകയായിരുന്നു. എവിടെ പോയിരുന്നു? എവിടെ പോവാൻ? ഞാൻ 5 മണി 5 o'clock. ഞാൻ എന്താ ഞാൻ വേണമെങ്കിൽ പോട്ടെ ഇൻസ്റ്റാഗ്രാം ആക്ടിവിറ്റി കാണിച്ചു തരണോ? 5 മണിക്ക് ചെക്ക് ചെയ്ത സാധനങ്ങള്. എടേ എന്റെ ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഗൈസ്. എനിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലും എണീക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് സുഖം. ഞാൻ സ്വന്തമായിട്ടൊരു ആശ്വാസം. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടെന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി 6 മണിക്കാണ്. ഞാൻ 4 മണിക്ക് എണീച്ചിട്ട് പണ്ടാണെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെ ഇരിക്കും ഞാൻ. അപ്പൊ ഗൈസ് ഞാൻ വീണ്ടും ആ ഒരു മോഡിൽ എത്തിയിരിക്കുകയാണ്. ഉറക്കം ഫീഫ ടൈമിംഗ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അപ്പം ഞാൻ എന്തോ നിങ്ങളെ വിഷയം ഉണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടാ? അപ്പൊ അങ്ങനെ ഗൈസ് എന്നെ ഉറക്കം എണീപ്പിക്കണൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതല്ല ഞാനും കുറച്ച് അങ്ങ് മോളിൽ പോയി നല്ല സമാധാനമായിട്ട് ഒന്ന് സംസാരിക്കും. ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകുമ്പം എനിക്ക് ഈ സംസാരിക്കുന്നതിന് പ്രശ്നമില്ല. ആൾക്കാരെ മുമ്പ് പ്രശ്നമാണ്. എനിക്ക് ആ ഒരു സ്പേസ് പെർഫെക്റ്റ് ആണ് ഈ സംസാരിക്കാൻ. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഹെലിപാഡാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അത് അടച്ചു പൂട്ടിയിട്ടേക്കുന്നുണ്ട് ഗൈസ്. ഇപ്പൊ പൂളിന്റെ അങ്ങോട്ടായി ഞാൻ. അപ്പൊ എന്തായാലും നല്ല രസമായിരുന്നു ഗൈസ്. നിങ്ങൾ ആ ഒരു ജേർണി കാണിച്ചത് എനിക്കും ഭയങ്കര ഇതായി. 1 വർഷത്തിലല്ലേ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് ആലോചിച്ചോക്കെ. നിങ്ങൾ രണ്ടുപേരും ഇത്ര മാത്രം സാധനം ഒരു വർഷം. സോ മച്ച് ഹാപ്പനിങ് ലൈഫാണ് കേട്ടോ. ടച്ച് വുഡ് ലൈക്ക് ഇതുപോലെ തന്നെ. അത് ഇഷ്ടം പോലെ തടിയുണ്ട് അവിടെ. ഇത് ഫുഡ് കട്ട ഫുഡടി. ഇത് എത്ര വർഷമായിട്ട് ലാസ്റ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഗൈസ് ബിബിൻ ബ്രോയുടെ ബിരിയാണി കുറെ കേട്ടിട്ടുണ്ട്. ഓഫ് എന്റെ അമ്മ, അത് മൈക്ക് ഓണല്ലെന്ന് തോന്നുന്നു. അത് ഓണാക്കാത്തോണ്ട് ഭാഗ്യം അതൊന്നും വന്നില്ല. ഓണല്ലേ? ഓ അത് നെക്കിയാ പോരെ. ഇങ്ങനെന്തോ നെക്കിയാ മതി. അല്ലേ എവന്റെ സൗണ്ട് കിട്ടും കേട്ടാ. എന്റെ സൗണ്ട് കിട്ടിയില്ലെങ്കിൽ എവന്റെ സൗണ്ട് കിട്ടും. ഒടുക്കത്തെ സൗണ്ടാണ് അവന്റെ. കണ്ണുവെക്കുന്നില്ല. അവന്റെ സൗണ്ടാണ് അവന്റെ ആയുധം. വീണ്ടും ടച്ച്. ഇന്ന് ബിബിൻ ജോർജിന്റെ ഷോപ്പില് കുറച്ചാളായി നമ്മൾ ഇനോഗ്രേഷൻ. എത്ര ഷോപ്പ് തുടങ്ങി പുള്ളി? 3 2 ആണല്ലേ? ഈ ഇടയ്ക്ക് എന്തല്ലേ തുടങ്ങിയത്? അതും ടച്ച് വുഡ് ഗൈസ്. ബിരിയാണി കട ഒരെണ്ണം എന്തോ തുടങ്ങിയത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഇപ്പൊ 3 ആയി. അപ്പൊ ഇന്ന് ബിരിയാണി എല്ലാവരായിട്ട് വിളിച്ചത്. ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, ഇന്ന് ഓഫ് ഡേ. അപ്പൊ ഞാൻ സനുബ്രോയോട് വിളിച്ചോണ്ട് കണ്ണനും പിപ്പിയുടെ വീടിന്റെ അടുത്താണ്. അത് നെടുമ്പാശ്ശേരിയുടെ അടുത്തപ്പോ അങ്ങ് റോഡ് സൈഡിലാണ്. ആണല്ലേ? അവിടെ നിന്ന് കണ്ണന്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി നല്ല ദൂരമുണ്ട്, ഒരു 250 meters. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. കണ്ണൻ അവിടെ നിന്ന് 250 മീറ്റർ. കണ്ണൻ വെറുതെ അല്ല കണ്ണൻ വരാത്തത് സിറ്റിയിലോട്ടൊന്നും. അവൻ അങ്ങ് ഏതോ ഉഗാണ്ടയിലാണ് താമസിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ വിളിച്ചിട്ട് ബിരിയാണി ഓഫർ എനിക്ക് തന്നത്. സോ ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്റെ സനുബ്രോയ്ക്ക് ഫോർമോളിൽ എനിക്ക് വേണ്ട, കുഴപ്പമില്ല. ഞാൻ വന്ന് എഡിറ്റ് ചെയ്തോ. ഞങ്ങൾ നിങ്ങളെന്തോ ഞങ്ങൾക്ക് ഫോർമോളിൽ സനുബ്രോയ്ക്ക് വേണ്ടിയാണ്. അത് സീനില്ല. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് വരാം. അങ്ങനെ ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു കട്ട ഹെൽത്തിയാണ് ഗൈസ്. എന്നെ വിളിച്ചുകൊണ്ട് ബിരിയാണി അല്ല, ബിരിയാണിയില് ഹെൽത്തിയാണ്. 2 കഷ്ണം ചിക്കൻ, ഇത്ര ചോറും, അതാണ് ബിരിയാണി. അല്ലെങ്കിൽ 4 കഷ്ണം ചിക്കൻ മാത്രമല്ല, അല്ലെങ്കിൽ ബീഫ്, എന്താണെങ്കിലും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഹാഫ് കഴിക്കാം. അപ്പൊ കുട്ടൻ ബിരിയാണി ഉണ്ട്.
അത് തന്നെ എന്റെ ഹാഫ് മതി. കുട്ട ഇല്ലേ? അല്ല കുട്ട ഉണ്ടെങ്കിൽ നോക്കട്ടെ അവിടെ എന്താണുള്ളത്. എനിക്ക് ചോദിച്ചാൽ കിട്ടാത്ത ബിരിയാണി അവിടെ. കുട്ടനെ അവിടെ റെഡിയാക്കി വെക്കാൻ പറ. അല്ലേ നീ കഴിച്ചോടാ. സനുഭവം കുട്ടനെന്ന് പറഞ്ഞ ആരെങ്കിലും കൊണ്ടിരുന്നത് ഇതാണ് കുട്ടൻ. വീട്ടിലുള്ളവര് മാത്രമേ വിളിക്കാറുള്ളൂ അവരങ്ങനെ. അപ്പം അത് നമ്മളെ വായിൽ വരില്ലല്ലോ, ശാസ്മാമ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ആണ് ഗൈസ്. ഇപ്പൊ അവള് തലയും കുത്തി വീണ നീ സടം ബ്രേക്ക് ഇട്ടതിന്റെ ഇടയിൽ ആഘാതത്തിൽ അവളിപ്പോ തെറിച്ചു പോയാ. അപ്പൊ ഗൈസ് നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് പോവുകയാണ്. പ്രോട്ടീൻ കൂടുതലും കാർബ് കുറച്ചും കഴിക്കാനുള്ള പ്ലാനാണ്. അവിടെ പോയി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മിക്കവാറും കാർബ് കൂടുതലും പ്രോട്ടീൻ കുറവാകും. എന്തായാലും ഗൈസ് ബിബിൻ ബ്രോഡ് അവിടെ പോയി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് ഇത് നോക്കിയാണ് ഒരു കന്യാസിന്ന് വെള്ളം കുടിക്കുന്ന കാർത്തിക് സൂര്യ. ഇതാണ് എന്റെ സിന്റെക്സിന്റെ ടാങ്ക്. എന്താണ് ഇത്? വീട്ടിൽ വെക്കാല്ലേ വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ ബാൽക്കണി കൊണ്ട് വെച്ചാൽ അവക്ക് ചെറിയൊരു കന്യാസ്. ഇത് ഞാൻ അന്നും കാണിച്ചത്. ഇത് സെയിം സാധനം തന്നെ അല്ലേ? ഞാൻ ഇതിന്റെ 2.2 ലിറ്ററിന്റെ ഒരെണ്ണം വാങ്ങിച്ചു. അത് കുറച്ചുകൂടെ പിടിച്ച് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന സാധനം. അതാകുമ്പോൾ ട്രൈസെപ്സിനുള്ള വർക്കൗട്ടും ആവും. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. ഇത് എടുക്കാൻ പറ്റൂല. ഇത് രണ്ടുപേര് വേണം. യൂണിയൻകാരെ വിളിക്കേണ്ടി വരും. ഇത് നല്ല കനം. ഇത് പിടിച്ച് കുടിക്കാൻ ഇതെന്താ എടുത്ത് എന്റെ തലയിൽ കൂടെ വെച്ചിട്ട് ഇത് മാറ്റാൻ പോലും പറ്റുന്നില്ല കേസ്. പക്ഷെ അത് ഇതാകുമ്പോഴേ എനിക്കറിയാം എത്ര കുടിച്ചിട്ടുണ്ട് എവിടെയാണ്. ഒരു 3 കിലോ അത് തന്നെ ഉണ്ട് കേട്ടോ. കുപ്പി തന്നെ വെള്ളം വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അത് കുടിക്കാനായിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി അത് പൊക്കം വെച്ചാൽ കൈ ഉളുക്കിയൊക്കെ പിടിക്കും. അത് അതിനെക്കാട്ടി ഞാൻ ഒരു പിടി കുറച്ചിത്തിരി നൈസായിട്ട് ഇങ്ങനെ ഗ്രിപ്പുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതിന് 3 ലിറ്റർ കിട്ടിയില്ല. ഞാൻ അതുകൊണ്ട് 2.2 ലിറ്ററിന്റെ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ അതും അത് എനിക്ക് തോന്നുന്നത് ഈ മാസം അവസാനം വരുള്ളൂ. ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അവസാനം വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. നല്ല രസമുണ്ട് സാധനം. ഈ സെയിം മെറ്റീരിയൽ തന്നെ ട്രൈറ്റൻ BPA ഫ്രീ സംഭവം. അത് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. നല്ല കുപ്പിയാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞത് ഗംഗയുടെ കയ്യിൽ കണ്ടിട്ട് അവളുടെ ലിങ്ക് വാങ്ങി ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത കുപ്പിയാണ്. പക്ഷേ സൂപ്പറാണ്. കാരണം ഇത് ഒരു കുപ്പി കുടിച്ചാൽ അത് തന്നെ. ഇത് 3 something അല്ലേ? ഇത് 3.8 ലിറ്റർ. ടോപ്പ് വരെ നിറയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് 4 കാണും. അപ്പൊ കൊള്ളാം കഴിച്ചു. എന്തായാലും ഞാൻ 2 ലിറ്ററിന്റെ എണ്ണം വാങ്ങിച്ചത്. ഞാൻ 2 എണ്ണം 2 ലിറ്ററൊക്കെ ഞാൻ പൊട്ടുപോലെ കുടിക്കും. ജിമ്മിൽ പോകുമ്പോൾ തന്നെ 1 ലിറ്റർ കുടിക്കുന്നതാണ് ഞാൻ. അപ്പം ഒരു ചെറിയ ടിപ്പ് കൂടെ പറഞ്ഞുതരാം സനുബ്രോ. എഴുന്നേറ്റ ഉടനെ ഒരു 6 ലിറ്റർ വെള്ളം കുടിക്കണം. 6 ലിറ്റർ? 1/2 ലിറ്റർ. എന്നിട്ട് വാഷ്റൂമിൽ പോകുമല്ലോ, വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് 1/2 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പൊ 1 ലിറ്റർ കവറായി. അത് നമ്മൾ കുടിക്കുകയും ചെയ്യും. കാരണം ഫുൾ നൈറ്റ് നമ്മുടെ ബോഡി ഫുൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എത്ര വെള്ളം കിട്ടും അത്ര നമ്മുടെ ബോഡിക്ക് ഒരു ഉന്മേഷം കിട്ടും. പ്രൊഫസർ കാർത്തിക് സൂര്യ ഫിറ്റ്നസ് ഗുരുവായി അവൻ. അകപ്പാടെ 71-72 ദിവസം ചെയ്താ അതിന്റെ പക്ഷേ ഭയങ്കരമായിട്ട് മെലിഞ്ഞേട്ടാ. കുറച്ചൊക്കെ രാവിലെ 7-8 കിലോമീറ്റർ ഓടുന്നതിന്റെ കാണുന്നുണ്ട് കേസ്. പിന്നെ ഫുഡും കഴിക്കുന്നില്ലല്ലോ. ഫുഡ് കഴിക്കുന്നുണ്ട് വളരെ കുറവ്. ഞാൻ എപ്പോഴും ഫുള്ളാണ്. എപ്പോഴും എന്റെ വയറ് ഫുള്ളാണ്. അതെനിക്ക് ചെറിയ മീൽസ് ആണോ അല്ലേ? കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുമല്ലോ. തുടങ്ങണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് പണി കിട്ടും. ഒന്നാമത് എന്റെ LDL എനിക്ക് ബോർഡർ ലൈനിൽ നിന്ന് താഴോട്ട് നോർമൽ ആക്കണം. ബാക്കിയെല്ലാം നോർമലാണ് കേട്ടോ. LDL കറക്റ്റ് ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്. പക്ഷെ കുറഞ്ഞ് ജാനുവരിയിൽ ഞാൻ നോക്കിയതിന്റെ എല്ലാം നോർമലായി. പക്ഷെ എനിക്ക് ആങ്സൈറ്റി ഉണ്ട്. ചില സമയത്ത് എനിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ എന്തോ എന്റെ കഴുത്തി ഇരിക്കുന്നവരെ തോന്നും. എന്റെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു മെസ്സേജ് എനിക്ക് ഇങ്ങനെ വന്ന് കിടക്കണായിരുന്നു ചിലപ്പോ. അപ്പൊ ഞാൻ കണ്ട് കാർത്തിക് ബ്രോ എപ്പോഴും ചെയ്യുന്ന പോലെ കാർത്തിക് ബ്രോ ഒരു ഗോള് വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. അതെന്തായാലും ഞാൻ അച്ചീവ് ചെയ്യും. പറഞ്ഞ സമയത്തിനുള്ളിൽ അടിപൊളിയായിട്ട് ഞാൻ അച്ചീവ് ചെയ്യും. പക്ഷെ അത് കഴിയുമ്പോൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഡ്രോപ്പ് ഓഫ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അത് ശരിക്കും ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കിത് എന്നും കൊണ്ടുപോകാൻ പറ്റണം, എന്നാലേ കാര്യമുള്ളൂ, അല്ലെ കാര്യമില്ല. ഹെൽത്തി ഹാബിറ്റ്സ് നല്ലതാണ് കേസ്. ഒരെണ്ണം എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഓർഡറിൽ പോകുന്നത് ഓൾവേസ് ഗുഡ്. ഞാൻ അത് പതുക്കെ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് വരെയാണ്. ബിക്കോസ് നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും പറ്റൂല. വളരെ അൺഹെൽത്തി ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അത് മാറ്റി മറിയുമ്പോൾ ഒരു എന്താ പറയുള്ളൂ, നമുക്ക് അതൊരു ഇത്തിരി മടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഇതേപോലെ മറ്റേ എന്തോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ മാറുമായിരിക്കും. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഈ വ്ളോഗ് നൈസാണ് കേട്ടോ. നമ്മൾ ഭയങ്കര എന്താ പറയുക റെക്കോർഡഡ് ആണ്. ചെറിയ ചെറിയ മാറ്റം പോലും ആൾക്കാരും കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. റെക്കോർഡഡ് ആയതുകൊണ്ട് 10-20 കൊല്ലം കഴിഞ്ഞാൽ നോക്കുമ്പോഴേ എനിക്കത് ഭയങ്കര ഞാൻ ഇരുന്ന് പഴയൊക്കെ കാണോടാ. നമ്മള് മറ്റേ ഓരോന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതും ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ പോണതും ഒക്കെ എവന്റെ പോയിരുന്ന് കാണും, എന്റെ ഇരുന്ന് കാണും. നല്ല സത്യം കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് വരുന്നുണ്ട് ഗൈസ്. ഞാൻ എത്രത്തോളം മാറി എന്നുള്ളത്. ഇപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ചമ്മലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റൂലായിരുന്നു. അപ്പം താങ്ക്സ് ടു മൈ
ഗുരു ഇരുന്നുണ്ടാ സീനാണ്. ശ്വാസ് വരുമ്പോഴത്തേക്കും ഡെയിലി വ്ലോഗ് കാണുമോ? ശ്വാസം വരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവൻ വരുമ്പം ഡെയിലി എന്തെങ്കിലും കാണും. എന്തായാലും അവൻ പുറത്തിറങ്ങും രാവിലെ എന്തെങ്കിലും പണിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനായിട്ടോ. അപ്പൊ എന്തായാലും ഡെയിലി ആ ഒരു വ്ലോഗ് ഇട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പ്രാവശ്യം അത് അങ്ങനെ ഇട്ടതിന് ശേഷം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകാന്നുള്ള ഇതിലാണ്. മറ്റേ അവൻ പോകുമ്പോൾ ഞാൻ നിർത്തും. അതാണ് പറ്റണത്. അത് കണ്ടുപിടിക്കുന്നത് ഒരു വലിയ ഒരു അതുണ്ട് കേട്ടോ, അത് പണിയാണ് കേട്ടോ. ഈ ഗൈസ് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഒത്തിരി പേര് എന്റെ ചോദിക്കാറുണ്ട് ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി കുറെ പേര്, എന്നിട്ട് അവർ ഈ വീഡിയോ അയച്ചു തരും അവരുടെ. അപ്പൊ എങ്ങനെയുണ്ട് കുറ്റവും കുറവും ഒക്കെ. അവരെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഞാൻ അത്ര സെറ്റപ്പ് ആയിട്ടില്ല. പക്ഷെ അവർ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്ന സംഭവമാണ് എനിക്കും തോന്നിയിട്ടുള്ള യൂട്യൂബിലെ. നമ്മള് ബേസിക്കലി ഗൈസ് നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം. ബിക്കോസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുമ്പം നമുക്ക് ഇതൊരു ഹാബിറ്റ് ആവും. ബേസിക്കലി നമ്മളെ ചമ്മല് മാറും. നമ്മളിത് എന്താണ് നമ്മളിപ്പോ ഒരു പണിക്ക് പോകുന്നതിന്റെ സെയിം സംഭവമാണ്. ഇപ്പൊ ഓഫീസിൽ പോയി നമ്മൾ ഒരു 3 മാസം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വർക്കുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് സിങ്ക് ആവും. അപ്പൊ ഇത് ഏകദേശം നമ്മളൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആവും നമ്മൾ. മനസ്സിലായല്ലേ? നമ്മൾ അതിൽ ഒരു ഹാഫ് മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിതിൽ സക്സസ്ഫുൾ ആവില്ല ഗൈസ്. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇത് ചെയ്യരുത്. അതായത് നമ്മളിത് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൂവ് ബെറ്റർ ഇൻ ദ ഫ്യൂച്ചർ. മനസ്സിലായല്ലേ? അല്ലാതെ നമ്മളിപ്പോ നാളെ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് വരണമെന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല. ജെന്യുവൻ ആയിട്ട് നമ്മളൊരു സാധനം എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫ്രൂട്ട്സ് ഓഫ് ബെനിഫിറ്റ് എപ്പോഴും എന്തായാലും ഭാവിയിൽ കിട്ടും. മനസ്സിലായില്ലേ? സ്ലോ ആൻഡ് സ്റ്റഡി പോകുന്നതാണ് ഗൈസ് യൂട്യൂബിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം. പിന്നെ നമുക്ക് അത്ര ഒരു പാഷൻ ഇതിനകത്ത് ഉണ്ടെങ്കിലേ നമ്മൾ എങ്ങനെ പുതിയ പുതിയ വെറൈറ്റീസ് ചെയ്യാം, വൈറൽ ഐഡിയ ഒക്കെ നമ്മൾ തന്നെ ആലോചിക്കും. കാരണം ഞാൻ ഈ സെയിം സാധനം ഇട്ടപ്പോ എനിക്ക് 10,000 വ്യൂ ഉള്ളൂ, അവ ഇട്ടപ്പോ എങ്ങനെ അവന് 3 ലക്ഷം വ്യൂ വന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ തന്നെ സെൽഫായിട്ട് ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് വരുന്നത്. ബ്രോ ഞാൻ ആ ഒരു രീതിയിൽ എത്തിയിട്ടില്ല ഗൈസ്. ബിക്കോസ് ഇൻസൈറ്റ്സ് ഒന്നും ഞാൻ നോക്കാറില്ല ഇപ്പൊ ബിക്കോസ് നമ്മുടെ തന്നെ ഒരു എന്താ പറയുമല്ലോ, പേഴ്സണലി ഈ ഒരു സാധനമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എടുക്കണം ആദ്യം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ബിസിനസ് സൈഡിലോട്ട് ഇറങ്ങണം. അതായത് ഇൻസൈറ്റ് നോക്കുക, ഒരു വീഡിയോ എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കാണും. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ. മെട്രിക്സ് ഉണ്ട് യൂട്യൂബിലെ. ഓരോ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ട്, അത് ഏത് ടൈമിൽ ഇട്ടാൽ വർക്കാവും. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ഇന്റൻസ് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വൈറൽ ആവണതിനെ പറ്റിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. വൈറൽ കോണ്ടന്റ് എങ്ങനെ ഉണ്ടാകാം, ബാക്കി ട്രെൻഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളിത് പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വെറും കണ്ടന്റ് ക്രിയേഷൻ അല്ല. ആൾക്കാർ പറഞ്ഞ് പുച്ഛിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എടാ ഈ വെളിയിലിരുന്ന് പറയാൻ എന്ത് എളുപ്പമാണ്. നമ്മളൊരു സാധനത്തിനെ പറ്റി ജഡ്ജ് ചെയ്യണ പോലെയാണ്. ഇതിന്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം പരിപാടിയുണ്ട്. ഈസി അല്ല ഒരിക്കലും. ഈ ഒരു അൽഗോരിതം ക്രാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അതാണ് ഇതേപോലത്തെ സീസൺഡ് പ്രൊഫഷണൽസിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കും അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവന്മാര് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴാണ് നമ്മള് ട്രെൻഡിനനുസരിച്ച് നിങ്ങളും മാറുന്നുണ്ടല്ലോ, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ദാറ്റ്സ് എ ഗുഡ് തിങ് ഗൈസ്. അപ്പൊ നമ്മള് ഒരു പണിക്ക് കയറുമ്പോൾ നമ്മൾ എങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു അതേപോലെ തന്നെയാണ് ഗൈസ് സോഷ്യൽ മീഡിയയിലും സോ മെനി ട്രെൻഡ്സും സാധനങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ ഒരു എന്തൂസിയാസം ഉണ്ട്. എന്നെ പോലെയുള്ളവർക്ക് കുറച്ചൊരു തിരികെ എന്താ പറയാ കുറച്ചൊരു ആക്ച്വലി നല്ല എന്തൂസിയാസം ഉണ്ട്. അത് കുറവാണ്. എനിക്ക് അങ്ങനെ പഠിക്കാനായിട്ടുള്ളത് എനിക്ക് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള എന്തൂസിയാസം ഉണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് ഗൈസ് എനിക്കൊരു പുഷ് വേണം. അതാണ് ദൈവം തരുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതെന്തായാലും ഗൈസ് അവള് വരുന്നവരെ ക്രാഫ്റ്റ്സിന്റെ അതൊക്കെ തുടങ്ങിയ ട്രിക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അവള് ട്രിപ്പായിരിക്കാണ്. ബ്ലോഗിങ്ങിന്റെ അപ്പൊ അങ്ങനെ ഗൈസ് എവള് 3 മില്യൺ 4 മില്യന്റെ ഒക്കെ വൈറൽ കണ്ടന്റ് ഒക്കെയാണ് ഗൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവളെ കൂട്ടുകാരികളും. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞ നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റൂല. ഏത് കോണ്ടന്റ് ആണ് വൈറൽ ആവണേന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ആ ടൈപ്പല്ല. എനിക്ക് ചമ്മലാണ്. അങ്ങേര് ചിലപ്പോ ആലോചിക്കും എന്തോന്ന് ഇത് നോക്കി പറഞ്ഞെന്നുള്ളത്. ഒരു ഹായ് കൊടുക്കണ്ട. ഇല്ലടാ, ഇത് നിന്നെ പോലെ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല. വേണ്ട. അപ്പൊ ഗൈസ് ഞാൻ അങ്ങനെ എനിക്ക് കുറച്ച് ചമ്മലുണ്ട് ഗൈസ്. ഹായ് വേണോ? യൂട്യൂബിലാ ചേട്ടൻ്റെ വിശേഷം ചോദിക്കും. സ്ഥലം എവിടാ ചേട്ടൻ്റെ? സ്ഥലം എവിടാ? ഓ, അപ്പൊ ഇവിടെ വന്ന് വർക്ക് ചെയ്യാണോ? 12 വർഷമായി. ഇഷ്ടമാണോ എറണാകുളം? ഇഷ്ടമാണോ? അടിപൊളിയാണ്.
ഫാമിലി ഒക്കെയോ? നാട്ടില ഒരു ദിവസം ഓട്ടോ ഓടി എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ചേട്ടാ? മാക്സിമം 1000 രൂപ സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അതെന്താ ചേട്ടന്റെ പേരെന്തായിരുന്നു? പേര് ഹുസൈൻ. ഹുസൈൻ. താങ്ക് യു ഹുസൈൻ ചേട്ടാ. അപ്പൊ എന്തായാലും ഹായ്. കണ്ട അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സിനടുത്ത് സംസാരിക്കാനുള്ളത്. ഞാനൊരു ഇൻട്രോവേർട്ടാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാക്ക് എനിക്കും അറിയാം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് എനിക്ക് ഇത് പഠിച്ചു വരാൻ കുറെ സമയമാകും ഗൈസ്. പെട്ടെന്ന് നമുക്കത് പെട്ടെന്ന് കയറി ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് ഇടിച്ചു കയറിയിട്ട് പുള്ളി വല്ല വിഷമത്തിരിക്കുകയാണോ സന്തോഷത്തിരിക്കുകയാണോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. വിഷമത്തിരിക്കണം, നമ്മൾ സന്തോഷത്തിലാക്കി കൊടുക്കാമല്ലോ. അതെ, അത് നിനക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത് ചിലപ്പോ അവസാനം വിഷമിച്ചിരിക്കുന്ന ഡിപ്രഷനിലൊക്കെ ആക്കി വിടും. അവസാനം ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ പിന്നെ ഞാൻ ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് കുഴപ്പമില്ല, ഞാൻ കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യും. മറ്റേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും മൂടില്ല ഈ ആൾക്കാരുടെ അടുത്ത് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയി ഇടിച്ചു കയറി സംസാരിക്കുന്ന പരിപാടി നടക്കൂല. അപ്പൊ ഗൈസ് അത് കുറച്ച് ഞാൻ വർക്ക് ചെയ്യേണ്ട സംഭവമാണ്. പ്രത്യേകിച്ച് ഈ വ്ളോഗിങ്ങില് നമ്മൾ കംഫർട്ടബിൾ ആവണം. പക്ഷേ ആലോചിച്ച് നോക്ക് സനി ബ്രോ, 1000 രൂപയാണ് ദിവസം സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പെട്രോൾ ചെലവെല്ലാം കഴിഞ്ഞിട്ട്. അപ്പൊ 1000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 30,000 രൂപ. 30,000 രൂപ കൊണ്ട് പുള്ളിക്കാരന് ഫാമിലി മൊത്തം കൊണ്ടുപോകണം. അത് ശരിയാണ് കേട്ടോ. ചെലവ് കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ ചെലവുണ്ടല്ലോ, പെട്രോള് പോലും 20% എത്തനോളാണ്. കംപ്ലീറ്റ് ഗൈസ്. ഒന്നും പറഞ്ഞ കാര്യമില്ല. പ്രൊട്ടസ്റ്റ് നമ്മളെല്ലാത്തിനും പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് ഗൈസ് നല്ലത്. പക്ഷെ ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴേ സാർ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എവിടെ ആരെ കണ്ടാലും അവിടെ ഇന്ററാക്ഷൻ നടക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ. എനിക്കും ഇഷ്ടമാണ് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊന്നുമില്ലേ കംഫർട്ട് സോണിലായിരിക്കണം. ലൈക്ക് ഐസ് ഓൾറെഡി ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഐസിന്റെ പുറത്ത് കയറി ഞാനൊരു കൊട്ടാരം പണി. എനിക്കറിയാം. പക്ഷേ ഐസ് ബ്രേക്കിംഗ് അത് ആ ടെമ്പറേച്ചറിലാണ് ഇരിക്കണെങ്കിലോ ഫ്രീസറിന്റെ അത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ പണിയുന്നെങ്കിലോ. കണ്ടോ, ഇതുപോലത്തെ കൊട്ടാരങ്ങളാണ് സനൂറ പറയുന്നത്. അതെ, നടക്കാത്ത കാര്യങ്ങൾ. അപ്പൊ ഗൈസ് എന്തായാലും അതായത് ബേസിക്കലി നമ്മൾ ഇത്ര ആയി ലൈക് ഫ്രം സ്റ്റാർട്ടഡ് ഇവിടം വരെ എത്തി. മാർക്ക് ചെയ്യാം നമ്മുടെ ആനിവേഴ്സറി, സനിബ്രോയുടെ വ്ളോഗിംഗ് ആനിവേഴ്സറി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. സത്യം ഞാൻ അതാണ് പറഞ്ഞത്, 1 വർഷമായി. ഇവരോട് അതാണ് ഞാൻ പറഞ്ഞ വിഷില്. എന്റെ 1 വർഷം പോയത് ഞാൻ അറിഞ്ഞില്ല. ആ കല്യാണത്തിന്റെ ആക്ച്വലി ഇപ്പം ഗൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ എന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആണ് നിന്റെ വെഡിങ് വീഡിയോ. മനസ്സിലായല്ലേ? അപ്പൊ ആ സമയത്താണ് എന്റെ വ്ളോഗിങ് ജേർണി തുടങ്ങിയത് ഗൈസ്. അപ്പം വെരി ഹാപ്പി ഗൈസ്. 1 വർഷം പറന്നുപോയി. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, ആസ് എ പേഴ്സൺ ഞാൻ മാറി കുറെ. ബിക്കോസ് ഞാൻ അധികം ആൾക്കാരുടെ സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. ഇനിഷ്യലി ഞാൻ കാർത്തികിനെ കാണുന്നത് ഇന്റർലെക്സ് മറ്റേ പഴയ പോഡ്കാസ്റ്റിന്റെ അവിടെ വെച്ചാണ്. നമ്മള് അവിടെ പോഡ്കാസ്റ്റിന് വിളിച്ചപ്പോ സനിബ്രോ അവിടെ വന്നിട്ട് ഞാനാണ് ഡ്രൈവ് ചെയ്ത് വന്നത് അവിടെ. പക്ഷെ വന്നിട്ട് ക്യാമറയുടെ ബാക്കിൽ ഇരുന്നിട്ട് ഷാസിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ സാധനങ്ങള് സനിബ്രോ ഇട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞ കേസ്, ഞാനിപ്പം ഇവരെ ആദ്യമായിട്ട് ഞാനും കാണുന്നത് അവിടെ വെച്ചാണ്. മനസ്സിലായല്ലേ? അപ്പം പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി വൈകുന്നേരം. ആ സമയത്ത് ഒർവാസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഫോട്ടോഗ്രാഫിയുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ചൊരു ഐസ് ബ്രേക്കിംഗ് വന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എനിക്ക് കുറച്ച് നേരം ഒരാളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമാണ്. ഡിഫറെന്റ് ടോപ്പിക്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങ് പോകും. അപ്പം ആ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് എനിക്ക് ഈ വ്ളോഗിൽ അത് പറ്റൂല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില സമയത്ത് കൂളായിട്ട് അങ്ങ് സംസാരിച്ചു പോകും. പക്ഷെ പബ്ലിക്കില് കുറെ സാധനങ്ങളുണ്ട് ഇനിയും സെറ്റ് ആവാനുണ്ട്. പബ്ലിക് സനിബ്രോ എപ്പോഴും ബാക്കിയുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. അപ്പം അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടിച്ചു കയറി സംസാരിക്കാൻ പറ്റൂല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അത് ഞാൻ ഒരു മോശം ക്വാളിറ്റി ആയിട്ട് പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അടിപൊളിയാണ് സനിബ്രോ. എന്തായാലും ഗൈസ് ഞാൻ പറയാം, എനിക്ക് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ട്. പുതിയ ആൾക്കാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യണമെന്നും കാര്യങ്ങൾ ഇതേപോലെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അത് എന്തെങ്കിലും അത് ഡെവലപ്പ് ആവും. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. പിന്നെ എനിക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ഫുൾ സപ്പോർട്ട്. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇവനും ഷാസും ഇവന്റെ പോഡ്കാസ്റ്റ് എങ്ങനെ തുടങ്ങി അതേപോലെ ഗൈസ്. എനിക്ക് എന്റെ എല്ലാം ഇവനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അവന് ഷാസുവാണ് എന്റെ മറ്റേ എന്താ പറയല്ലോ ഫിക്സ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല. ഇവരായിട്ട് ആവുമ്പോൾ നമ്മളിപ്പോ എന്താണ് ചെയ്യണത് അത് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആവും. മനസ്സിലായില്ലേ? ഞാൻ ടിപ്സും പറഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. സനിബ്രോയുടെ പെർസ്പെക്റ്റീവ് ഓരോ കാര്യങ്ങളിലും കേൾക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോ അവനെ തന്നെ വിളിക്കാൻ കഴിച്ചു. അവൻ അധികം പോഡ്കാസ്റ്റ് ഒന്നും പോവാറില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. ഞാനിപ്പോ പേഴ്സണലിയും കൂടെ അറിയാന്നുള്ളത് കൊണ്ട് രസമായിരിക്കും. ഭയങ്കര ഇംപ്രോംപ്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനം വേണ്ട. കുറച്ച് സംതിങ് ഫൺ സാധനം മതി ഗൈസ്. ഫൺ ആൻഡ് ലൈറ്റ് ഹാർട്ടഡ് അല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു സാധനമാണ്. ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനെ മസിൽ പിടിച്ച് സംസാരിക്കാൻ പറ്റൂല ഗൈസ്. ഭയങ്കര അത് ഫേക്ക് ആയി പോകും. മാത്രമല്ല അത് ഇപ്പൊ തുടങ്ങുന്നൊന്നല്ല ഗൈസ്. പക്ഷെ ആദ്യം ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആവണം. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു അടുത്ത വർഷമെങ്കിലും നമ്മൾ ഈ ഒരു വ്ളോഗിങ് കുറച്ചൊന്ന് സെറ്റായി അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് സെറ്റ് ആവുമ്പോൾ തുടങ്ങുന്നതായിരിക്കും ഗൈസ്. അതുവരെ അവരെ ഞാൻ പ്രിപ്പയർ ചെയ്ത് നിർത്തും. വർഷയും കൂടെ വിളിക്കാം. വർഷയും കാർത്തിയും വർഷയും സെറ്റല്ലേ ഗൈസ്? ആദ്യത്തെ എന്തോന്ന് ഗസ്റ്റുകൾ അതാകുമ്പം സീനാണ്. അവള് വന്ന് രണ്ടെണ്ണത്തിന് അവള് വന്ന് ഞാൻ വിളിച്ചിട്ട് എന്നെ എന്റെ പോഡ്കാസ്റ്റിനോട് വന്നിട്ടില്ല. അല്ലെ എവളാ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കാത്തവൾ ഇപ്പോൾ ഇന്റഗ്രൽ പാർട്ടായി. ഇവളെ രണ്ടെണ്ണത്തിനെ കൊണ്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് പറയട്ടെ പുതിയൊരു ബിരിയാണി സ്ഥലം ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ട് വന്ന് ഇരുത്തിയിട്ട് അതൊക്കെ മൈക്ക് മോളിൽ നിന്നൊക്കെ തനിയെ താഴ്ന്നു വരും. ബിരിയാണി തിന്നോണ്ടിരിക്കുമ്പോഴേ മൈക്ക് ഇങ്ങനെ പൊങ്ങി ഒരു താന്നിങ്ങനെ വരും വായിന്റെ അടുത്തോട്ട്. ആദ്യം ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ളത് ചോദിച്ച് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ചെറിയ കുശലം പറയണ പോലെ അങ്ങ് തുടങ്ങും. ഇതാണ് എന്റെ പരിപാടി. ഞാൻ പറഞ്ഞേ എന്റെ വ്ളോഗ് എന്റെ പോഡ്കാസ്റ്റ് ഇങ്ങനെയായിരിക്കും. അതായത് ആൾക്കാരെ മറ്റേ വശീകരിച്ച് വിളിച്ചോണ്ട് വന്നിട്ട് അവരപ്പോഴായിരിക്കും അറിയുന്നത് അതൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. വളരെ മറ്റേ കാമോഫ്ലാജ് ചെയ്ത് ഞാൻ ഇറക്കും കേസ് ഈ സാധനം. ഇവര് തന്നെ കൊള്ളാം. ഇതിപ്പോ ഐഡിയ ഇവര് തന്നെ എനിക്ക് പറഞ്ഞത്. ഇവര് അങ്ങനെ വിളിച്ചാലേ രണ്ടെണ്ണം കൂടെ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. എന്റെ അമ്മ അവിടെ കൊണ്ട് മാർക്ക് ഇടുന്നത് ഇവിടെ കഴിഞ്ഞാലും എന്തോ ഹെഡ് മാസ്റ്ററോ ടീച്ചറോ എന്തൊരു ആയതെന്ന് തോന്നണം. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര മറ്റേ ക്രിട്ടിക്കാണ്. നിന്നെ ഇതേപോലെയൊക്കെ ചെയ്യാറുണ്ടോ? അല്ലേ? നിന്റെ കണ്ടന്റ് ജഡ്ജ് ചെയ്യാറുണ്ടോ? അവള് എന്റെ കണ്ടന്റ് അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല. അഭിപ്രായം പറയാറുണ്ടോ? അഭിപ്രായമൊക്കെ തരാറുണ്ട്. അത് എല്ലാത്തിലും പറയാറുണ്ട്. അത് നല്ലതാണ് കേട്ടോ. ഭയങ്കര മറ്റേ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എവളാ അപ്പൊ എന്താ സത്യം കേട്ടാ. ഞാനാണ് അവളെ ഓപ്പൺ അപ്പ് ചെയ്യിപ്പിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ഫ്രൈ റെസിപ്പി ഓർമ്മയുണ്ട? അത് സീനാണ്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഐസ് ബ്രേക്കിംഗ് വ്ളോഗുകൾ. അത് കിടിലായിരുന്നു ഗൈസ്. അത് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്ളോഗാണ് അത്. അപ്പൊ ഗൈസ് അതാണ് വൈബ് മാച്ചായി. കഷ്ടപ്പാടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്ന ഇപ്പൊ ഞാൻ ആംബിവേർട്ടാണ്. ഞാൻ ഇപ്പൊ പക്ക ഇൻട്രോവേർട്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷെ വ്ളോഗിൽ നിങ്ങൾ ഈ ഒരു ആംബിവേർട്ട് സൈഡാണ് കാണുന്നത്. പക്ഷേ ലൈഫിൽ ഇൻട്രോവേർട്ട് ആണ്. ബിക്കോസ് ഗൈസ് നമ്മളൊന്നും അങ്ങനെ ഇറങ്ങാൻ കുറവാണ്. അതായത് ഇപ്പൊ ഒരു പ്ലാൻ ഇടുകയോ 10 ആൾക്കാരെ കാണാൻ പ്ലാൻ ഇടുകയോ അതൊന്നും നടക്കൂല. ആൾക്കാർ നമ്മളിപ്പോ കാണണമെന്ന് പറഞ്ഞാൽ പോലും സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി പോയി കാണുന്നത്. പക്ഷെ ഞാൻ പറയില്ലേ വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രമേ നമുക്ക് ആ സിങ്ക് വരത്തുള്ളൂ. മനസ്സിലായില്ലേ? വെളിയിറങ്ങി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എവരെ ചോദിച്ചാൽ മതി. ഞാൻ ഫുൾ ടൈം വീട്ടിലാണ്. എൻ്റെ ആ റൂമിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും ഗൈസ്. ദാറ്റ് ഈസ് മൈ കംഫർട്ട് സോൺ. ആ റൂമിന്റെ അകത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തിരുന്ന് പണിയാൻ പറ്റുന്ന എന്ത് ജോലി ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയത് ഗൈസ്. അതാണ് സത്യം. പിന്നെ അതാണ് ഇതിന്റെ മെയിൻ ഒരു ഉത്തേജനം എനിക്ക്. പക്ഷെ ഇല്ല ഗൈസ്, എനിക്ക് എന്റെ ഫോട്ടോഗ്രാഫിയും തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ പാഷൻ എന്നുള്ളൊരു സാധനമായിരുന്നു. കോള് വന്നോണ്ടിരിക്കണം. എടുത്തു. അപ്പൊ ശരി ഗൈസ്, ഞാൻ ബിരിയാണി കട എത്തിയിട്ട് വരാം ഗൈസ്. ശരി, ഓക്കെ. അതെ, ബിരിയാണി ഉള്ളൂരെങ്കിൽ ഏറെ കയറ്റും പറ. ഫുഡ് ഡാഡിയാണ് വരണേന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വെറുതെ രസം. അത് റോളിംഗ് ആണ്. റോളിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഗൈസ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയുള്ള ദാഹത്തിൽ ഓടുകയാണ്. കണ്ണനെ കൊണ്ടെന്നാണ്. ബിരിയാണി കഴിക്കാനുള്ള ദാഹത്തിലോ വിശപ്പിലല്ലേ? ആക്രാന്തത്തിൽ. അതൊക്കെ പിള്ളേച്ച കള്ളം പറഞ്ഞാണെന്ന് വിചാരിക്കും. പിള്ളേച്ചൻ ആരാണെന്നൊന്നും എനിക്ക് അറിയാം. എവന്റെ ആരാണെന്നോ. പക്ഷെ എന്തായാലും അയ്യോ മീശമാധവന്റെ ഡയലോഗാണ്. അങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ ബിരിയാണി കടയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആംഗിളൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കാറിൽ ഇരുന്ന് ഇങ്ങനെ പല ആംഗിളുകളിൽ ഡ്രൈവ് ചെയ്യുന്ന കാർത്തികിനെ കാണിക്കുകയാണ്.
ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മണ്ടയിൽ വർഷയെ കാണിക്കാം ഇങ്ങനെ. ഓ എൻ്റെ കൈ ഒടിയും മിക്കവാറും. വേണ്ട കൈസ്, ആംഗിൾ ശരിയാവില്ല. ഇങ്ങനെ തന്നെ വെക്കാം, അതാണ് നമുക്ക് നല്ലത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതൊരുമേ നമ്മൾ ടൂർ പോകണമല്ല. തന്നെന്നും താളത്തിലാടി അതല്ലേ നീലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാന കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. നമ്മളൊക്കെ പണ്ട് എക്സ്കർഷൻ പോകുമ്പോൾ ഇതൊക്കെ പാടിയുണ്ട്. സ്കൂളിൽ അവള് മൊത്തം ഉടായ്പ ലിറിക്സാണ് എന്റെ കുത്തി കയറ്റിയത്. ഞാൻ കേട്ടായിരുന്നു. നിന്റെ പാട്ട് പാടിയേ എക്സ്കർഷൻ പാട്ട്. ഇവരെ നോക്കാമല്ലോ, അവരെ പൾസ് അറിയാലോ. നോക്കട്ടെ, ഈ എന്ന് പറഞ്ഞൊരു പാട്ട് ഉമ്മ അവിടെ വീട്ടിൽ ഇരുന്നപ്പോഴേ ഒരിടത്ത് റിംഗ് ടോൺ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നോട് പറയുന്നത് ഇന്ന് പറഞ്ഞേ ഉള്ളടി രാവിലെ നിന്റെ വന്നിട്ട് വേണം റിംഗ് ടോൺ മാറ്റണോന്ന് മാനിഫെസ്റ്റ് ചെയ്ത്. ഓ മൈ ഗോഡ്, റിംഗ് ടോൺ ഏതിട്ട് കൊടുത്തെന്ന് ചോദിക്കും. ഏതാ ഇട്ട് കൊടുത്ത? ലജ്ജാവതിയെ. കരിമിഴിയുള്ള കളവാണിക്കാർ കൂന്തല് കണ്ടപ്പോ കല്യാണിയാ. ഉമ്മ നടന്നു പോകുമ്പോഴത്തേക്ക് ഇതായിരിക്കും. ഇനി ഉമ്മ ഇനി ഫുൾ വൈബായിട്ട് പറ. ശ്രേയ ഘോഷാലിന്റെ ഈ കഴിഞ്ഞ പാട്ട് കേട്ടാ പിള്ളേര് വരെ വയലന്റ് ആവണുണ്ട്. അത് കേട്ട് അത് ഏത് പാട്ടായിരുന്നു ഇട്ടത്? ഏതോ ഒരു കൂറ പാട്ടായിരുന്നു. ഉമ്മക്ക് വേണമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തതാണ്. ഉമ്മാരെ ടേസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. ഈ കുറെ കൂറ പാട്ടുകൾ പണ്ട് എന്റെ അടുത്തായിരുന്നു. ഇത് റിംഗ് ടോൺ ഇടാനായിരുന്നു എന്റെ പണി. അതായത് ഏറ്റവും കൂറ പാട്ടുകൾ മലയാളത്തില് എല്ലായിടത്തും ഉണ്ടെന്ന് റിംഗ് ടോൺ. ഇപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കൂലടി. ഇപ്പൊ ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാണല്ലോ അത് എനിക്ക് പണിയാവും. എന്നും മാറ്റാൻ വേണ്ടി സെറ്റാവും. സച്ചിന് കൊച്ചി മതി. അത് ഏത് സച്ചിൻ? എന്തിന്റെ പരസ്യം അത്? സച്ചിൻ അല്ലല്ലോ അത്. പക്ഷേ ഈ സച്ചിൻ ഇവനായിരിക്കും. ഇത് ഏത് സച്ചിൻ? അത് എന്തിന്റെ പരസ്യം അത്? ഏതോ ഒരു സച്ചിൻ ഗൈസ്. ഞാൻ ടെണ്ടുൽക്കർ എന്നാണ് വിചാരിച്ച് സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ടെണ്ടുൽക്കറിന്റെ ഏത് പ്രായത്തിലുള്ള ഫോട്ടോ ആണെന്നാണ് ഞാൻ നോക്കിയത്. അങ്ങനെ ഗൈസ് നമ്മൾ ബിഗ് ബിരിയാണിയാ. പുള്ളി ഇപ്പൊ 3-4 ബ്രാഞ്ചൊക്കെ തുടങ്ങി കേൾക്കുമ്പോ തന്നെ ബിരിയാണി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാഞ്ചാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല പാഷനേറ്റ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ കുറച്ച് വീഡിയോസിലൊക്കെ. പരിചയപ്പെട്ടുള്ള സെലിബ്രിറ്റീസില് എനിക്ക് ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ബിബിൻ ബ്രോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായാലും കേസ് അത് വർക്കാവും. അത് നല്ല അതിന്റേതായിട്ടുള്ള ഒരു എന്താ പറയുക നല്ല കമ്മിറ്റ്മെന്റ് ഓടെ ആയിരിക്കും ആ ബിസിനസ് ചെയ്യുന്ന കേസ്. അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് വിശ്വസിച്ച് പോയി കഴിക്കാൻ പറ്റും. ഫുഡി ആയിരിക്കും പുള്ളി. അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പരിചയപ്പെടുത്തരാം വിശദമായിട്ട്. എന്തായാലും ബിരിയാണി കഴിക്കട്ടെ കേസ്. ബിരിയാണിയാണ് നമ്മുടെ രാഷ്ട്രീയ ഭക്ഷണം. രാഷ്ട്രീയ ഇത് എന്താ എന്ത് പറ്റി ഗൈസ്? ഈ വ്ളോഗിൽ എന്താ സംഭവിച്ചിട്ടുണ്ടേ? 5 മണിക്കില്ലാത്തതിന്റെ കേട്ടാ. ഓ ഗായ്സ് ശരിയാണ്, ഞാനും 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഉറക്കപ്പിച്ചിന്റെ ഒരു ഹൈ ആണ്. ഇന്ന് നേരത്തെ കിടന്നുറങ്ങി, നാളെ ഒരു 5 മണിക്ക്. ഞാനിപ്പോ അങ്ങനെയാണ്, കുറച്ച് ഇപ്പൊ നേരത്തെ കിടക്കുന്നുണ്ട് ഗൈസ്. ഉറക്കം ഇങ്ങനെ പയ്യെ എന്താണ് അണ്ണൻ എന്തോ സാധനം കൊണ്ടുവരുന്നുണ്ട്. ബോട്ടല്ല, റേസിംഗ്. ഓ റാമ്പടാ. അതിങ്ങനെ അതിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ടാറ്റാൻസ് വിട്ടാ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ വേണമെങ്കിൽ ഹോട്ട് വീൽസ് എടുത്തിട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാം. അല്ല, ഹോട്ട് വീൽസ് അവിടെ പോയിട്ട് ഇടിച്ച് തെറിച്ചങ്ങ് പോകും. അത് വർക്ക് ആവൂല. പക്ഷെ കൊള്ളാം കഴിച്ചു. ഇവിടെ മറ്റേ എന്തോ പറയാലോ, ഭിക്ഷാടനം നടത്തിയിട്ട് ഇങ്ങനത്തെ ബിസിനസ്സിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് അവര്. അത് നല്ലതാണ്. ഭിക്ഷാടകരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ബിക്കോസ് ഇല്ലീഗൽ ആണല്ലോ നമ്മുടെ നാട്ടില്. അപ്പം എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേസ്. നാട് നന്നാവും. ചില വീഡിയോസ് ഇടയ്ക്ക് വൈറലാവാറുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും പണിയെടുത്തോണ്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുപോയി മേക്ക് ഓവർ ചെയ്ത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് പ്ലാൻ ചെയ്തതാണ്. അതുപോലെ ശേഷമാണ് അത് തുടങ്ങിയത്. ഈ ഷാസിന്റെ ചോദിച്ചാൽ മതി. ഇതൊരു ആരും ചെയ്യാത്തപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആരെങ്കിലും ചെയ്താലോ എന്നുള്ള രീതിയിലെ. പ്രത്യേകിച്ച് ഗുജറാത്തികളും കുറെ പേര് ഇവിടെ നിന്ന സമയത്ത് അത് നല്ല ഫീച്ചേഴ്സ് ആണ് അവർക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരു ഫാഷൻ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ നിൽക്കുന്നവർക്ക് വെയിലടിച്ച് പണിയെടുത്ത് നിൽക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരാള് വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അവര് കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ ആയിരിക്കും. ഞാൻ എന്തായാലും അത് പണ്ടേ പ്ലാൻ ചെയ്ത ഒരു സാധനം. അവർക്ക് ഒരു ദിവസത്തെ സാലറി കൊടുക്കാമല്ലോ. അത് അതിനുശേഷം കുറെ പേര് ചെയ്തോണ്ടാണ് പിന്നെ ഞാൻ അത് ബ്രോ. അങ്ങനെ ഒരാൾ ചെയ്തെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് ചെയ്തുകൂടാന്നൊന്നുമില്ല. എന്തായാലും ഗൈസ് എന്റെ സ്റ്റൈലിൽ ഞാനും ഒരെണ്ണം ചെയ്യാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫോട്ടോഗ്രാഫി ബാക്ക് ഗൈസ്. കുറെ നാളെ ഞാൻ എന്റെ ക്യാമറ കൈകൊണ്ട് തൊട്ടിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ബ്ലോഗ് തുടങ്ങിയതിനു ശേഷം എന്റെ ശ്രദ്ധ ഇതിലോട്ടായി പോയി ഗൈസ്. സോറി.
അതെന്തായാലും കുറച്ചൊന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കേണ്ടി വരും കേസ്. അതാണ് ഇതാകുമ്പോൾ എനിക്ക് രണ്ടും ചെയ്യുകയും ചെയ്യാം, എന്നാൽ രണ്ടും മിസ്സാവത്തുമില്ല. മനസ്സിലായില്ലേ? അതാണ് എന്റെ പ്ലാൻ. ഞാൻ സ്ട്രീമിംഗ് തുടങ്ങി കേട്ടോ. എല്ലാവരും നിന്നെ ഒരു ദിവസം വിളിച്ചോണ്ടിരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പി പൂപ്പുവിനായിട്ട് BGMI കളിക്കാനാണ് കേസ്. പക്ഷെ എനിക്ക് BGMI അറിഞ്ഞൂടാ. നീ 2 ദിവസം കളിച്ചാൽ നീ പഠിക്കും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. വെടിവെച്ച് എല്ലാത്തിനും തള്ളിയിടാം. That's it guys. നമ്മൾ PP പൂപ്പുവിനെ കൊണ്ടുവരും. BGMIയിലോ ഏതെങ്കിലും കളി കളിക്കാം, നമുക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റണ കാര്യം. ശരി ഗൈസ്, അപ്പൊ ഇനി എന്തായാലും ഒറിജിനലായിട്ട് ബിരിയാണിയുടെ അവിടെ വെച്ച് കാണാം. ബൈ. ബിഗ് ബി ബിരിയാണിയിലെത്തിയിരിക്കുകയാണ്. ബിഗ് ബിരിയാണിയിലെത്തിയിരിക്കുകയാണ് കേസ്. BIG. ഓ ഐ സി. അപ്പൊ ഗൈസ് നമ്മൾ മന്ദം ഓ പുള്ളിയുടെ ഫിലിമോഗ്രഫി മൊത്തം ഉണ്ടല്ലോ അല്ലേ? പുള്ളിയുടെ ഫിലിമോഗ്രഫി മൊത്തം ഈ ഒരു ബാനറിലുണ്ട് ഗൈസ്. അടിപൊളി. ഇതാണ് സാമ്രാജ്യം നമ്മുടെ ബിപിൻ ബ്രോഡ. ആണോ? ഓ ശരിയാണ്, ഐശ്വര്യം. നമ്മൾ മഴവില്ലിൽ വെച്ച് എവിടെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ എന്തായാലും സന്തോഷം. ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് ഫുഡ് അടിയായിരുന്നു. അതിനെ ഫുഡ് അടി എന്ന് പേരാക്കിയത്. ആക്കി എവനാണ് അതിന്റെയും വക്താവ്. നിങ്ങൾ ഒരുമിച്ചുള്ള വൈകുന്നേരങ്ങൾ നമ്മളാണ് ഫുഡ് എക്സ്പ്ലോറേഷൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഭയങ്കര കുറവാണ് ഒരുമിച്ച് കഴിച്ചേക്കുന്നത്. വിളിക്കും, പക്ഷേ ഞാൻ ഈ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വേറെ ജോലിക്ക് ഉദ്ഘാടനങ്ങൾ വൈകുന്നേരങ്ങളിൽ ഗ്യാപ്പ് കിട്ടും. നല്ല ഫുഡ് അടിക്കും. പക്ഷെ എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കും. ഫിലിമിന്റെ ഇത്തിരി കയ്യിൽ പോയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചത്. എനിക്ക് ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. വിത്തിൻ 2 months ഞാൻ അത് അച്ചീവ് ചെയ്യും. ഓ മറ്റേ ട്രാൻസ്ഫോർമേഷൻ എന്തോ വലിയ പ്ലാനുകളൊക്കെ ഉണ്ട്. ഇതാണ് സ്പെഷ്യൽ ബീഫ് ചിക്കൻ, ഹാഫ് ചിക്കൻ. കൊള്ളാം. ബീഫ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഹാഫ് ബീഫ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഹാഫ് ബീഫും ഹാഫ് ചിക്കനും ചോദിച്ചു നോക്കാം ഗൈസ്. ഇതൊക്കെ ഫുൾ ആൾക്കാരുടെ സിഗ്നേച്ചറൊക്കെ ഉണ്ട് ഗൈസ്. കമൻറ്റ്സ് പ്ലീസ്. കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള സാധനമാണ്. കാർത്തിക് സൂര്യനെ വല്ലതും ഉണ്ടോ നോട്ടെ. എന്നാ ഉദ്ഘാടന സമയത്ത് എന്തോ എഴുതിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇതാണല്ലേ, ഇതാണ് കാർത്തികിൻ്റെ. അപ്പോൾ എന്തായാലും ഗൈസ് കഴിക്കട്ടെ. നമ്മൾ എന്താണ് സംഭവം എന്നുള്ളത് സ്പെഷ്യൽ. ലെറ്റ്സ് സീ. ബിപിൻ ബ്രോയുടെ ഫിലിമോഗ്രഫി ഗൈസ്. ഗുമസ്തൻ, അപൂർവ പുത്രന്മാർ, യമണ്ടൻ പ്രേമകഥ, ശുക്രൻ, കൂടൽ, തിരമാലി, മാർഗംകളി, പഴയ ബോംബ്, അമർ അക്ബർ ആന്റണി, കട്ടപ്പന എത്തിക്കോശം. ഫിലിമോഗ്രഫി മൊത്തം ഉണ്ടല്ലോ. ഇനിയുണ്ട്. വെളിയിൽ കുറച്ചുണ്ടല്ലോ. അക്കോമഡേറ്റ് അടിയിലൂടെ ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടി വരും. മൈക്ക് ടെസ്റ്റിംഗ്. കിട്ടും, സൗണ്ട് കിട്ടും. നിന്റേത് കിട്ടും, അതെനിക്കറിയാം. മാസമുള്ള വോയിസാണ്. ഹലോ ഗൈസ്, സൗണ്ട് ടെസ്റ്റിംഗ്. ഇവൻ ഒരു ഫുൾ ചിക്കൻ, എവളൊരു ഹാഫ് ബീഫ്, ഞാൻ ഒരു ഹാഫ് ബീഫ് ഹാഫ് ചിക്കൻ. വെറൈറ്റി. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഗൈസ്. അതെന്താ സ്വന്തം കടയിൽ ബിരിയാണി കഴിക്കാത്ത? ബിപിൻ ബ്രോയെ കൊണ്ട് കഴിപ്പിക്കും. ഡയറ്റിലാണ് പുള്ളി, ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഒന്ന് ഹെൽത്തി ആക്കുന്നതാണ്. പുള്ളി ഡയറ്റാണ് ഗൈസ്. അതാണ് സംഭവം. എന്തായാലും ഗൈസ് വരട്ടെ, ഫുഡ് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇത് സ്പെഷ്യലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ. അതായത് കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിൽ കല്യാണ വീടുകളിൽ കണ്ടുവരുന്ന റെഡ്, നല്ല ഇന്റൻസ് റെഡ് കളറാണല്ലോ. അതെ, ബീട്രൂട്ട്, ഇഞ്ചി, അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു ഐറ്റമാണ്. ഇവരുടെ സീക്രട്ട് റെസിപ്പിയാണ് ഗൈസ്. അപ്പം ഈ സാധനം ആണ് ഇവരുടെ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത്. അത് ഞാൻ പെട്ടെന്ന് എന്തോ പുതിയ ഐറ്റം. അതേപോലത്തെ ഫ്രഷ് സാധനം ആരും ഇട്ടിട്ടില്ല. റൈത്ത റൈത്ത എന്ന് പറയും. ഇനി പപ്പടമില്ലപ്പാ, ഇതൊക്കെ പൊടിച്ചോണ്ട് പോകണം. കുഴപ്പമില്ല കൈസ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ കൈസ് ഐശ്വര്യമായിട്ട് ഇത് മിക്സാണ് കൈസ്. ഇതിൻ്റെ അകത്ത് ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. രണ്ടും കൂടെ മിക്സാണ് പറഞ്ഞേക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ബീഫ് ട്രൈ ചെയ്തോളാം. ഓ എൻ്റെ അമ്മോ, ബീഫ് നല്ല സോഫ്റ്റ് ആണല്ലോ കൈസ്. വെരി വെരി സോഫ്റ്റ്. ഓക്കെ, ബീഫിൻ്റെ ഗ്രേവിയോടുകൂടി കഴിക്കും.
കൊള്ളാം. ഇതൊരു വെറൈറ്റി മസാല ആണല്ലോ. വെറൈറ്റി മസാലയാണ്. അതല്ലേ ഞാൻ ബീഫ് കഴിക്കണം, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ബീഫ് എന്ന് പറയുന്നത്. ഓ നൈസ് ചേട്ടാ, മസാല കൊള്ളാം. നല്ലൊരു മറ്റേ പോമഗ്രാനൈറ്റിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് രണ്ടും കൂടിയുള്ള മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഐറ്റം. പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ ഇതില്. ഇല്ല എന്നാ പിന്നെ ഓക്കെ. ബീട്രൂട്ട് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, അതുണ്ട്. ബീട്രൂട്ട്, ഇഞ്ചി, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ഉണ്ട്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ പറയാം, എന്നോട് കുറെ പേര് പറഞ്ഞു കുറെ നാളുകളായിട്ട് ഞാൻ ബീഫ് സീൻ ചിക്കൻ ചിക്കൻ. ലെറ്റ് മീ ട്രൈ ദ ചിക്കൻ. എനിക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായി. വർത്താനത്തിലാണല്ലോ നല്ല മാരിനേഷൻ കേട്ടോ, രണ്ടും കൊള്ളാം. അതല്ലേ, ചിക്കൻ്റെയും കൊള്ളാം. ഫ്രൈ ചെയ്തിട്ടാണോ ചിക്കൻ ഉണ്ടാകുന്നത്? ഒരുപാട് ഇതില്ല, ദം തന്നെയാണ്. ഒരു ചെറിയ രീതിയിൽ ഹാഫ് ബോയിൽ ചെയ്തിട്ട് ദമ്മാക്കും. കൊള്ളാം, ഇന്നൊരു ടേസ്റ്റ് കൊള്ളാം. മൈൽഡാണ് സംഭവം, ഭയങ്കര എരിയൊന്നുമില്ല, പക്ഷെ കൊള്ളാം. ഒരു വെറൈറ്റി മസാല. ഇത് കോഴിക്കോടനാ? മലബാർ ഇൻഫ്ലുവൻസസ് തലശ്ശേരി സ്റ്റൈലാണ്. തലശ്ശേരി സ്റ്റൈലാണ്. ഒത്തിരി ഹെവി മസാല ഒന്നുമില്ല. ഇനി മട്ടിക്കൂല. നമ്മൾ സാധാരണ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഫീൽ ചെയ്യില്ലേ, ഹെവി ഉണ്ടാവില്ലേ. ഇതാണ് ബീഫിന്റെ മസാല. ബീഫ് ഞാൻ പറഞ്ഞില്ല, അന്യ സോഫ്റ്റ്, നൈസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. അവിടെ ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. സൈനും ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, കോളി ബിരിയാണി എന്തായാലും മിസ്സാക്കാത്തത് നന്നായി. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ, ഇല്ല ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കഴിച്ചോളാമെന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഈ ബിരിയാണി മിസ്സായാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ക്ഷണിച്ച കാർത്തിക്കിനും വർഷയ്ക്കും വളരെ വലിയ ഇപ്പം നീ സിൽവറ്റിലായി. അപ്പോൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ബിബിൻ ബ്രോസ് ബിരിയാണി ഗൈസ്. അപ്പോൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. സ്റ്റാർട്ടപ്പാണ്, സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അന്ന് എന്തായാലും ബിരിയാണിയുടെ വില ചിക്കൻ 170, ഹാഫ് ചിക്കൻ 130, ബീഫ് 180. റീസണബിൾ ആണ് ഗൈസ്. ജസ്റ്റ് എന്തായാലും അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ബിരിയാണിയാണ്. ബ്രോ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് അങ്ങനെ തുറക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ടേസ്റ്റ് കൊള്ളാം, അടിപൊളി കേട്ടോ. എന്ത് കഴിഞ്ഞാലും നീറ്റ് സംഭവം. അപ്പോൾ എന്തായാലും ഓൾ മൈ ബെസ്റ്റ് വിഷസ് ടു ബിബിൻ ബ്രോ. നല്ല രീതിയിൽ ഇത് വളർന്നൊരു വലിയ സ്ഥാപനമാവട്ടെ ഗൈസ്. എനിവേസ്, അപ്പോൾ എന്തായാലും ഗൈസ് വീട്ടിൽ എത്തിയിട്ട് കാണാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഗൈസ്, നമ്മൾ ബിരിയാണിയെ കഴിച്ച് തളർന്നിറങ്ങിയിരിക്കുകയാണ്. ഉമ്മാക്കൊരു പാർസലും വാങ്ങിച്ചിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു ബിരിയാണി കമ്പയർ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഒരെണ്ണം വാങ്ങിച്ചിട്ടില്ല പറഞ്ഞത്. ഒരെണ്ണം മതി, അത് അവർ 3 പേരും കൂടെ കഴിച്ചോളും. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ. മിക്കവാറും പിന്നെ ഗൈസ് നല്ല ചൂടുണ്ട് ഗൈസ്. ഇപ്പം എല്ലാവരും നല്ലൊരു വെള്ളം കുടിക്കേണ്ട അർജൻറ്റാണ്. ഹൈഡ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവനെ കന്നാസ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് വെറുതെ അല്ല ഗൈസ്. അത്യാവശ്യം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ പെട്ടുപോകും. സോ ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പുതിയ കുപ്പി. അതൊന്ന് വന്നിട്ട് വേണം വെള്ളം കുടി അതൊന്ന് സ്ട്രോങ് ആക്കാൻ. സോ ലെറ്റ്സ് സീ ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സനുബ്രോയുടെ ഫ്ലാറ്റ് എത്തി. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നേക്കാണ് ഗൈസ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്കൊരു വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഫിക്കാനെ വെച്ച് മീറ്റ് ചെയ്യാം. See you in Kafikana. Okay, the vlog continues guys. Bye bye. അങ്ങനെ ഗൈസ്, നമ്മൾ കഫിക്കാനയിലോട്ട് പോവുകയാണ് വിത്ത് ജുജു ആൻഡ് ഡുഡു. കാർത്തി അവിടെ എന്തോ മീറ്റിങ്ങിന് പോയേക്കാണ്. അപ്പം ഏതോ ഒരു വൃത്തികെട്ട കാക്ക എന്തോ ഷിറ്റിട്ടേക്കുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ കഫിക്കാനയിലെത്തിയിരിക്കുകയാണ്. കാർത്തി ഇവിടെ ഒരു മീറ്റിങ്ങിൽ ബിസിയാണ് നമ്മുടെ കോൺഫറൻസ് റൂമിൽ. സോ നമ്മൾ ഇവിടെ ഇരിക്കാൻ ചില്ല് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്തായാലും ഏർലി ഡിന്നർ കഴിക്കാനുള്ള പ്ലാനാണ് ഗൈസ്. പക്ഷേ നല്ല തിരക്കുണ്ടാട്ടോ. അപ്പം എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ബിക്കോസ് ആ ബിരിയാണി കഴിച്ചതോട് കുറച്ച് ഹെവി ആയിട്ടുണ്ട്. സോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിലിരിക്കുകയാണ്. അവൻ എന്തായാലും ഇറങ്ങട്ടെ, എന്നിട്ട് ചോദിക്കാം എന്താണ് കഴിക്കാനുള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കാം. വെയിലാണല്ലോ നീ അവിടെ എന്തോ ദൈവ വെളിച്ചത്തിൻ്റെ അവിടെ ഇരിക്കുന്ന പോലെ ഉണ്ട് ഈ വ്ളോഗിൽ. നിങ്ങൾ രണ്ടുപേരും എന്തോ ദൈവ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. ഹൈലൈറ്റ് കേട്ടാ, കറക്റ്റ് ചേട്ടാ. രണ്ടുപേരും ദൈവങ്ങളെ പോലെ ഉണ്ട്. അവിടെ നൈസ്, അവിടെ വെയിൽ കറക്റ്റ്. സൺ സ്ലാബ്ഡ് 2 സൺ കിഡാണ് കേട്ടാ. കൊള്ളാം, രസമുണ്ട്. അപ്പോൾ ഗൈസ് അവരുടെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് എൻ്റെ തലേയുടെ ബാക്കിൽ ഞാൻ മറ്റേ ബുദ്ധനെ പോലെ അവിടെ സെറ്റ് ഓൺ ഗ്രീൻ ആയുഷ്മാൻ ബാവ. ബാക്കിൽ സൺലൈറ്റിൻ്റെ ഒരു ദിവ്യ പ്രഭ കാണുന്നില്ലേ ഗൈസ്? വാവ്. സണ്ണിൻ്റെ മറ്റേ സൺ ബേസ്റ്റൊക്കെ കാണാൻ വരുന്നുണ്ടോ സീരിയൽ? അതിപ്പം താന്നു പോകും ഗൈസ്. സൂര്യ അസ്തമിക്കാറായി. അത് താന്നു പോയി.
അപ്പോൾ ഫ്ലെയറൊക്കെ പോയി. എടേ എന്താ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യട്ടെ ഗൈസ്. അവർ മീറ്റിംഗ് കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ഇന്ന് കഴിക്കാന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ഇവരെ കണ്ട് മോട്ടിവേറ്റഡ് ആയി. ഉച്ചക്ക് ഓടെ എൻ്റെ വയറ് കുളമായിട്ടാ. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണി അല്ലടാ, ഒരു ബീഫ് ബിരിയാണിയും രണ്ടായിട്ട് പൊളന്ന് അതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് തിന്നിട്ട് ഇരുന്നിട്ട് പറയുന്നത് എടാ ഹാഫ് ബിരിയാണിയാണ്. ഹാഫ് ചിക്കനും ഹാഫ് ബീഫും ആയിരുന്നു. ഞാൻ ചോറ് കുറേ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ ചോറ് നിങ്ങളെ കണ്ട് ഞാൻ പഠിച്ചത് കാർബ് കുറയ്ക്കാനുള്ള പരിപാടിയാണ്. അത് ഇവർ പറയുന്ന കാര്യമാണ് കഴിച്ചത്. ഞാൻ കുറച്ചൊന്ന് കഴിച്ചതാണ്, പക്ഷെ അപ്പോഴേക്കും ഫുള്ളായി. ഇന്ന് എന്തായാലും ഒരു സൂപ്പ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതും കുടിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറക്കം. അതാണ് എൻ്റെ പ്ലാൻ. നേരെ പോയി ഉറങ്ങാൻ പറ്റില്ലല്ലോ, 6 മണിയല്ലേ ആയുള്ളൂ. എഡിറ്റ് ചെയ്യുന്നു, കിടന്ന് ഉറങ്ങുന്നു. അതാണ് ഇപ്പോഴത്തെ ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ. ഏർലി ബേർഡ് ആവാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഈ ഫോൺ വെച്ചിട്ടുള്ള ഫോട്ടോ എടുപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓർഡർ ചെയ്തിലെടുത്തോട്ടെ. ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മളെ യൂസ് ഫേവറേറ്റ് സീന് സാധനമാണ് ഗൈസ്. നിങ്ങൾ ആരും ഇത് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് കോൾഡ് ബ്രൂ. ഒടുക്കത്തെ ടേസ്റ്റാണ് ഗൈസ് ഈ സാധനം. നിങ്ങൾക്ക് ഷുഗർ ഇല്ലാത്ത കോൾഡ് ബ്രൂ ആണെങ്കിൽ നോർമൽ കോൾഡ് ബ്രൂ പറഞ്ഞാൽ മതി. അതാകുമ്പം ഹെൽത്തിയാണ്. അധികം പഞ്ചസാര അങ്ങനെ ഒന്നുമില്ല. പ്രോപ്പർ കഫൈൻ ഇൻടേക്കുമാണ് നല്ല രീതിയിൽ. അപ്പോൾ എപ്പോഴെങ്കിലും കഫിക്കാനെ വരുമ്പോൾ യൂസു ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഇറ്റ്സ് ഗുഡ്. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ബ്ലോഗിൻ്റെ അവസാന തിരശ്ശീല എത്തിയിരിക്കുകയാണ്. 7:15 ആയപ്പോഴേക്കും തീർന്നു ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനും ഇനിയിപ്പോൾ റുട്ടീനിലോട്ടൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ എനിക്ക് എന്നും ഫുഡ് കഴിക്കണ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓ ഷിറ്റ്, അത് ഞാൻ മറന്നു കേട്ടാ. ഒരു ഫോട്ടോ പോയിട്ട് ഒരു ഗിഫ്റ്റ് പോലും എനിക്ക് അയച്ചിട്ടില്ല. ഉച്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. ഉടനെ ഉച്ച വരും. ഞാൻ എന്തായാലും കേസ് ഇപ്പോൾ ഉറക്കൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട്. ഇന്നലെ 5 മണിക്കൂർ ഉറങ്ങി എന്ന് തോന്നുന്നു ഞാൻ. അതിന് മുമ്പത്തെ ദിവസം 4 മണിക്കൂർ ഉറങ്ങി. ഉറക്കം ശരിയായി വരുന്നതേ ഉള്ളൂ. 5 ഇനിയിപ്പോൾ കൂടി കാണാം. 8 മണിക്കൂർ ആകുമ്പോഴേക്കും ഞാൻ യുറേക്ക വിളിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ എന്തായാലും ഗൈസ് അവരൊക്കെ ഉറങ്ങാൻ ടൈമായി. നമ്മളും വീട്ടിൽ പോവാണ്. ഇന്നത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ് ഗൈസ്. ബൈ. ടാറ്റ പറടാ. ബൈ. നീ ഒരു ടാറ്റ. ബൈ.